ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും റൈസ് അപ്പ് ദാറ്റ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സംസാരിക്കാൻ പോകുന്ന ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ കുറിച്ചാണ്. പലതരം മൈൻഡ് സെറ്റുകളുണ്ട്. ചില ആൾക്കാർ നോർമൽ മൈൻഡ് സെറ്റ് ജീവിക്കുന്നു, ഫിക്സഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ജീവിക്കുന്നവരുണ്ട്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ് നമുക്ക് സക്സസ് കൊണ്ടുവന്ന് വരുന്നത്. കാരണം നമ്മൾ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇനിയും തനിക്ക് വളർച്ച നേടാനുണ്ട്, ഇതല്ല തന്റെ യഥാർത്ഥ ലൈഫ്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലെവലിൽ എത്തണം, അതിനുവേണ്ടി എന്റെ ബെസ്റ്റ് കൊടുക്കണം. അങ്ങനെ സ്വയമേ ഇംപ്രൂവ് ചെയ്ത് ആ ഒരു ലക്ഷ്യത്തിൽ ഇപ്പൊ എന്താണ് നിങ്ങളുടെ ഒരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോളിലോട്ട് എത്തണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കണം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഉയർന്ന മൈൻഡ് സെറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ മാറണം. ഇപ്പോൾ നിങ്ങൾ ലോ മൈൻഡ് സെറ്റിലായിരിക്കാം നിൽക്കുന്നത്, എന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റിലോട്ട് വരണമെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വിജയിച്ചവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യണം. അതിന് നമ്മൾ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഒരുപാട് സാക്രിഫൈസ് മൊമെന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ തങ്ങളുടെ ലൈഫിൽ ഒരുപാട് പരാജയങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഒന്നിൽ നിന്ന് നമ്മൾ ഒളിച്ചോടാൻ നിൽക്കരുത്. പലരുടെ ഒരു പോരായ്മയാണ് കംഫർട്ട് സോണിൽ ജീവിക്കുക എന്നുള്ളത്. കംഫർട്ട് സോൺ ഒരിക്കലും വിജയം കൊണ്ടുവന്നു തരില്ല. ഒരു 4 ചുവരിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഈ ലോകത്ത് നേടാൻ കഴിയില്ല. നിങ്ങൾ വെറും ആഗ്രഹിച്ചുകൊണ്ട് മാത്രമേ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കണം. നിങ്ങൾ ആ ആക്ഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണം. അതായത് ഒരു ബേണിംഗ് ഡിസയറോട് കൂടി തന്റെ കാര്യങ്ങളിലോട്ട് കൂടുതൽ ഫോക്കസോടെ തനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, തന്റെ ബെസ്റ്റ് എന്താണ് എല്ലായിടത്തും ചെയ്യാൻ പറ്റുന്നത്, തന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, തനിക്ക് ഇനി എങ്ങനെ തന്റെ ലക്ഷ്യത്തിലോട്ട് കിടക്കാം, അതിനുള്ള പ്ലാനിങ്, അതിനുള്ള ഒരു ഗോൾസ് സെറ്റ് ചെയ്യുക. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ഈ ലോകത്ത് നേടാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർ മാത്രമാണ് ഈ ലോകത്ത് വിജയിച്ചത്. പലപ്പോഴും പല ആൾക്കാരും ചിന്തിക്കുന്നത് കുറവുകളെ കുറിച്ചാണ്, തങ്ങളുടെ പോരായ്മകൾ, തങ്ങളുടെ വീഴ്ചകൾ, അല്ലെങ്കിൽ തങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫിലല്ല താൻ ജീവിക്കുന്നത്. ആ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് പലരും ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വിജയിക്കുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. പലപ്പോഴും പല ആൾക്കാരും ചിന്തിക്കുന്നത് പുറമേ ഉള്ള ലോകം മാറിക്കിട്ടിയാൽ മാത്രമാണ് തങ്ങൾ ലക്ഷ്യത്തിൽ എത്തുന്നത് എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ മനസ്സാണ് ആദ്യമേ മാറേണ്ടത്. നമ്മുടെ മനസ്സാണ് ഫസ്റ്റ് നമ്മുടെ ഒരു എക്സാക്ട് പേഴ്സൺ ആയി മാറേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഈ ലോകത്ത് നമ്മൾ പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മളോട് തന്നെ പ്രൂവ് ചെയ്യണം. നമ്മുടെ ബെസ്റ്റ് നമ്മൾ കൊടുക്കണം, നമ്മൾ അതിന് എഫേർട്ട് എടുക്കണം. പലപ്പോഴും സക്സസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മൾ ചിലവഴിക്കുന്ന നിമിഷങ്ങളാണ്, പ്രൈവറ്റ് നമ്മൾ എഫേർട്സുകൾ. അതാണ് പിന്നീട് വലിയ വിജയമായി ലോകത്ത് കാണപ്പെടുന്നത്. ആളുകളുടെ വിജയങ്ങൾ ആഘോഷിക്കപ്പെടുന്നത് പലരും അവരുടെ പരാജയങ്ങളിലോട്ടോ അല്ലെങ്കിൽ അവരുടെ മോശം സിറ്റുവേഷൻസോ മനസ്സിലാക്കുന്നില്ല. പലരും വിജയം എളുപ്പമാണെന്ന് ചിന്തിക്കും, പക്ഷെ ഒരിക്കലുമല്ല. വിജയം ഒരിക്കലും എളുപ്പമല്ല. നിങ്ങളൊരു ഐസ്ബർഗ് കാണുകയാണെങ്കിൽ ആ ഐസ്ബർഗ് എങ്ങനെ കീഴടക്കാൻ പറ്റും, ആ രീതിയായിരിക്കും നമ്മൾ സക്സസ് എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പേഷ്യൻസ് ഉണ്ട്, അതുപോലെ ഡെഡിക്കേഷൻ ഉണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്, ഡിറ്റർമിനേഷൻ ഉണ്ട്, ഫോക്കസ് ഉണ്ട്, ഗുഡ് പ്ലാനിങ് ഉണ്ട്, റൈറ്റ് തിങ്കിങ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു വലിയൊരു ഐസ്ബർഗാണ് സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.